വെറും 45,000 രൂപയ്ക്ക് 2 കാർ അല്ലേ മമ്മക്ക? ഇന്നത്തെ ഓഫറാ, സ്പെഷ്യൽ ഓഫർ. അത് 4 മണിക്ക് വേറെ നറുക്കെടുപ്പുണ്ട്. ഒരു വണ്ടി ലൈവ് ഇവിടെ ഉണ്ട്, ലൈവ് ഉണ്ട്. 35,000 രൂപ വണ്ടി ഇവിടെ ഉണ്ട്, 10,000 രൂപ സാമ്പിൾ ഇവിടെ ഉണ്ട്. വീഡിയോയിൽ ഇപ്പം കാണിക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് ചോയ്സിൽ മൊഹമ്മക്കാൻ അടുത്താണ്. മൊഹമ്മക്ക അമ്പൻ ഓഫർ വീണ്ടും തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇന്നത്തെ ഓഫർ എന്താ? സ്പെഷ്യൽ ഓഫർ എന്താണ്? ഇന്ന് നിങ്ങൾ വന്ന നല്ല ദിവസമാണ്. ഇന്നൊരു നറുക്കെടുപ്പുണ്ട്. 10 രൂപേൻ്റെ വണ്ടി. 10 രൂപേൻ്റെ വണ്ടിയോ? സാൻഡ്രോ? 10,000 രൂപയ്ക്ക് സാൻഡ്രോ. നമ്മൾ ഇൻസ്റ്റയിൽ കൂടി ഫോളോ ചെയ്യുന്ന ആൾക്ക് നമ്മൾ ലക്കി ഡ്രോ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റയിൽ കൂടി ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിനാണ് അത്. അപ്പോൾ നമുക്ക് ഇവിടെ വരാൻ പറ്റാത്തവർക്കും പുറത്തുള്ളവർക്കൊക്കെ ജസ്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതായത് ഇന്ന് 4 മണിക്ക് ഇത് നമ്മൾ 15 ദിവസമായിട്ട് തുടങ്ങിയ സംഭവമാണ്. ഇന്നാണ് എൻഡ്. ഇന്ന് 10-ാം തീയതി 4 മണിക്കാണ് ഇതിന്റെ നറുക്ക് ലൈവായിട്ട്. 10,000 രൂപയ്ക്ക് സാൻഡ്രോ കൊടുക്കുക. പേപ്പർ ഫിറ്റ് ആണ്. 2001 AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. എന്തായാലും നറുക്കെടുപ്പ് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഇന്ന് ഓഫറിന് കൊടുക്കാൻ പോണ വണ്ടി. ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉള്ളിൽ നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളാണ്. കുഴപ്പമില്ല അല്ലേ? ഏകദേശം 10,000 രൂപയ്ക്കാണ് ഈ ഒരു കാറ് സ്വന്തമാക്കാൻ പോണത്. ഭാഗ്യവാൻ ആരായിരിക്കും ഇന്ന് 4 മണിക്ക് നമുക്ക് അറിയാം. അടിപൊളി. അടുത്തത് 2008 മോഡൽ, 9 രജിസ്ട്രേഷൻ, സാൻഡ്രോ LS AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. ഇതൊക്കെ നമ്മൾ നെറ്റാക്കിയിട്ടാണ് നമ്മളെ റൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അത്രയും നമ്മൾ ഇടുന്ന റൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മറ്റുള്ള റേറ്റ് കമ്പയർ ചെയ്താൽ അറിയാൻ പറ്റും. ഇതൊക്കെ ഞങ്ങൾ എന്തായാലും ഒരു 60 രൂപയ്ക്ക് വരാം. 2009 വണ്ടി 60 രൂപയ്ക്ക്. എന്തായാലും 1 ലാഖിൻ്റെ ബിലോ ഓടിയ വണ്ടികളാണ്. ആ പ്രൈസ് നമുക്കൊരു 800 പോലും ആ വിലയിൽ കിട്ടൂല. 2009 ഒന്നും 800 ഈ വില കിട്ടുമോ? AC പവർ സ്റ്റിയറിംഗ് ഒരു തുച്ഛമായ വിലക്ക്. നമുക്ക് അധികം വരുന്നതും സാധാരണക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്കൊരു സംഭവമാണ് ഞങ്ങൾ ഇവിടെ അധികം വാങ്ങി വെക്കരുത്. ഒരു 5 ലാഖ് ബിലോ ഉള്ള കാറുകളാണ് മാക്സിമം ഉള്ളത്. അടുത്തത് സാൻഡ്രോ ആണ്. 2003 മോഡൽ. 2008 മോഡൽ. 2008 മോഡൽ സാൻഡ്രോ. അതെ. 2003 വേറെ ഉണ്ട്, അത് മാറിപ്പോയത്. 2008 അടുത്ത വർഷം 9-ാം മാസം വരെ പേപ്പർ ഫിറ്റ് ആണുള്ളത്. ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് അടുത്ത് തന്നെ മുന്നോട്ടുണ്ട് പേപ്പർ. ഇതൊക്കെ ഒരു 1 ലാഖിന് വരെ, 1 ലക്ഷത്തിന് തരാം. 8 നല്ല വണ്ടി കേട്ടോ, ക്വാളിറ്റി ഉള്ള വണ്ടി. ഇപ്പോൾ ഇതിലും കുറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് ഇവിടെ. 65 രൂപയ്ക്ക് 2004 വണ്ടി ഉണ്ട്. എല്ലാ റേറ്റിലും. ഇത് 3ാമത്തെ ഓണർഷിപ്പാണ്. 81,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ തന്നെ എല്ലാ റൈറ്റ് പോലും ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. സാധാരണ ചെയ്യില്ല. ചില എക്സ്ചേഞ്ച് വരുമ്പോൾ അതിനൊരു പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ആരും ഇങ്ങനെ ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ നമ്മൾ ഓപ്പണാണ്. നമ്മുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കയറിയിട്ട് ഞാൻ ഇൻഫോ നമ്പർ തരാം. 70 12 18 33 26. അതിൽ ജസ്റ്റ് കയറിയിട്ട് വാട്സപ്പിൽ ഒരു ഹായ് നിട്ടാൽ കാറ്റലോഗ് വരും. അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്കുള്ള കംപ്ലീറ്റ് വണ്ടി നിങ്ങൾക്ക് ആ കാറ്റലോഗിൽ കയറിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ വണ്ടിൻ്റെയും 10 ഫോട്ടോസ്, ഓണർഷിപ്പ് ഡീറ്റെയിൽ, റൈറ്റ് എല്ലാം അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടുത്തെ സ്റ്റോക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ കയറിയിട്ട് ഈ ഇൻഫോ നമ്പറിൽ കയറിയിട്ട് ജസ്റ്റ് ആ വാട്സപ്പിൽ ഹലോ ഹായ് നിട്ടാൽ നിങ്ങൾക്ക് റിപ്ലൈ മെസ്സേജ് വരും. ആ ലിങ്ക് കയറിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വണ്ടിയും കാണാം. ഇവിടെ ഫ്രണ്ടിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളാണ്. പിന്നെ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പം വണ്ടി എക്സ്ചേഞ്ചിന് വരാണെങ്കിലും പ്രൈസ് പാകമുള്ള പ്രൈസ് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി അവിടേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊക്കെ ഇന്ന് വന്ന ഒരുപാട് വണ്ടികളുണ്ട്. 2011 കേട്ടോ നാനോ. 2011 നാനോ AC വർക്ക് ചെയ്യുന്ന വണ്ടി കേട്ടോ. അതൊക്കെ നെറ്റാക്കി തരാം. നമ്മൾ 45 രൂപയ്ക്ക് തരാം. 45 രൂപയ്ക്ക് AC ഉള്ള 2026 വരെ പേപ്പറുള്ള പുതിയ ഇൻഷുറൻസ് ഉള്ള വണ്ടി 45 രൂപയ്ക്ക്. എന്തായാലും 55 തന്നെ. ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് അതെ. അടുത്ത ഞാൻ തന്നെ. ഇതൊക്കെ നമ്മൾ 55 രൂപയ്ക്ക് വരുന്നത്. 2012 ഓടിയിട്ടുള്ളൂ. അതെ. 59,000 കിലോമീറ്റർ ഓടിച്ച വണ്ടിയാണ്. ഇത് 2012 ആണ്. 2012 മോഡൽ നാനോ അല്ലേ? അതെ. പേപ്പർ കാര്യങ്ങൾ 27 വരെ ഉണ്ട്. ഇൻഷുറൻസ് അടുത്ത 10 മാസം വരെ ഉണ്ട്. ടാക്സ് വാലിഡിറ്റി ചെയ്താൽ 26 എൻഡ് വരെ ഉണ്ട്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു നോർമൽ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. വേറെ കുഴപ്പങ്ങളെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. 2012 നാനോ ആണ് വരുന്നത്. ഓൾട്ടോ 2009 AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. അതിൽ ACക്ക് എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മൾ ഈ പ്രസന്റ് കണ്ടീഷനിൽ AC വേണമെന്നുണ്ടെങ്കിൽ 90 രൂപയ്ക്ക് വരാം. AC വേണമെന്നുണ്ടെങ്കിൽ AC നന്നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 95 നെറ്റ് ACയിൽ തരാം. അത് ചെറിയൊരു കംപ്ലൈൻറ്റ് കാണുന്നുണ്ടെങ്കിൽ ആവാണ് 5 രൂപ ലെസ് ചെയ്ത് തരാം. 90 രൂപയ്ക്ക് തരാം. അടുത്തത് 2009 തന്നെ ഓൾട്ടോ LXi നല്ല വണ്ടി തന്നെയാണ്. ഇത് 1 ലക്ഷം രൂപയ്ക്ക് കേട്ടോ. 2009 ഓൾട്ടോ LXi കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി.
ഓക്കെ ഇത് പേപ്പറും കാര്യം 24 വരെ 24 വരെ പേപ്പർ വരുന്നുണ്ടല്ലേ? അതെ അതെ. ഇൻഷുറൻസ് അടുത്ത വർഷം വരെയുണ്ട്. പേപ്പറൊക്കെ ഫിറ്റാണ്. ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഓട്ടോ എന്തായാലും 1 lakh ബിലോ ഉണ്ടാവും. 1 lakh ബിലോ എന്തായാലും വരുന്നത്. ഒരു ഒക്കെ വന്ന സ്റ്റോക്ക് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് അപ്ഡേഷൻ ആണ്. പിന്നെ i10 2008 മോഡൽ. 8 മോഡൽ i10. ഓക്കെ. ഇതൊക്കെ നമ്മൾ 1 lakh തരാം കേട്ടോ. 1.5 നെറ്റ്. 1 ലക്ഷം 2008 നെറ്റ് ചാൻസർ ആയിട്ടാണ്. 2008 വണ്ടിയാണ്. സാൻഡ്രോ അല്ല, i10 ആണ്. 2023 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. 9 മാസം വരെ ഉണ്ട്. അടുത്ത വർഷം 9 മാസം വരെ ടാക്സ് വാലിഡിറ്റി ആണ്. നമ്മളിപ്പോൾ സാൻഡ്രോൻ്റെ വില പോലും വരുന്നില്ല 2008 i10. അടുത്തത് ഗ്രാൻഡ് i10 ആണ്. 2016 ഗ്രാൻഡ് i10 സ്പോർട്സ് കേട്ടോ. 48 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ്. നമ്മൾ സ്പെഷ്യൽ റേറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം ചെയ്തുതരാം. 360 ചെയ്തുതരാം കേട്ടോ. 360 ചെയ്തുതരാം. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. അതായത് 48 ഓടിയിട്ടുള്ളൂ. 2016 i10 ഗ്രാൻഡ് സ്പോർട്സ് വേരിയൻറ്റ് കേട്ടോ. അടുത്തത് 2009 മോഡൽ i20 ആസ്റ്റ ഡീസലാണ്. ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. 24 വരെ പേപ്പർ ഫിറ്റ് ഉണ്ട്. ഇൻഷുറൻസ് ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. AC പവർ സ്റ്റിയറിങ്, വിൻഡോസ് എല്ലാം വരും. എയർ ബാഗ്, ABS, എയർ ബാഗ്, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇത് പ്രൈസ് ബെനിഫിറ്റ് ആണ്. 1.60 വരെ 1,60,000 ലോണ് കൊടുത്തു നോക്കാം. ഒരു 1 lakh ഒക്കെ കയറേണ്ടി. 9 വണ്ടി 2009 സ്റ്റാർട്ടിംഗ് ആണ്. ചില ഫിനാൻസ് സേർട്ട് ലോൺ അല്ല, ചില ചെയ്യുന്ന ഫിനാൻസ് ഉണ്ട്. കൊടുത്തു നോക്കാം. അടുത്തത് 2014 മോഡൽ ഡീസൽ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ ഡീസൽ 2014 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 73 ഓടിയിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ നെറ്റ് റേറ്റിൽ വരാം 3,60,000 വരാം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതെ. പോളോ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇത് സ്പെഷ്യൽ റേറ്റ് ആണല്ലോ. അതാ നിങ്ങൾക്ക് എന്തായാലും 4 lakh 4.5 മേലെ വരുന്നതാണ്. മുകളിൽ വരുന്ന റേറ്റാണ്. നിങ്ങൾ ചെക്ക് ചെയ്യാം. വണ്ടി റേറ്റൊക്കെ റീസണബിൾ ആണ്. നിങ്ങൾ ഇവിടെ നിയറസ്റ്റിന് ഷോറൂം ഉണ്ട്. നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് എടുക്കാം. അടുത്തത് XS4 2008 പെട്രോൾ VXI. ആ, അപ്പോൾ നമുക്ക് ഇത് AC പവർ സ്റ്റിയറിംഗ്, 4 door വിൻഡോ എല്ലാം വരുന്നത്. സെഡാൻ ടൈപ്പ്, ചെറിയൊരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന. നമുക്ക് റൈറ്റ് അടുത്ത വർഷം നമുക്ക് 3-ാം മാസം വരുന്നതാണ് റിന്യൂവൽ. അപ്പോൾ അതിന് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി ഒരു 15 ഉറുപ്പിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ടാവും. നമ്മളത് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാർച്ചിൽ വരുന്ന റിന്യൂവലിൻ്റെ റേറ്റ് നമ്മളിപ്പോൾ എടുക്കുന്ന ആൾക്ക് കുറച്ച് കൊടുക്കാം. അത് സ്പെഷ്യൽ ആണല്ലോ. മാർച്ചിൽ വരുന്ന റിന്യൂവൽ ഇവിടുന്ന് ഇപ്പം കുറച്ച് കൊടുക്കാം. അപ്പോൾ അവർക്ക് ആ സമയത്ത് എടുക്കുകയാണെങ്കിലും 5 വർഷം ഇപ്പം പേപ്പർ ഫിറ്റ് ആ റേറ്റിൽ വണ്ടി. ഈ റേറ്റിൽ 5 വർഷം പേപ്പർ ഫിറ്റിന് വരുന്ന എക്സ്പെൻസിൽ വണ്ടി തരാം. 2019 ഇയോണ് സ്പോർട്സ് ഇട്ടോ. എയർ ബാഗ് വരുന്ന വണ്ടി. അതെ അതെ. 58,000 കിലോമീറ്റർ. അതെ അതെ. സെക്കൻഡ് ഓണർഷിപ്പ്. 2.70 നെറ്റ് തരാം. 70 നെറ്റ് തരാം. ചില ഫിനാൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്സിമം തോന്നുന്നു 2.25 മുകളിലായിട്ട് തന്നെ ലോൺ തന്നെ കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതാ നല്ലൊരു സ്വിഫ്റ്റ് തരാം. ഡീസൽ തരാം. 2009 മോഡൽ VDI സ്വിഫ്റ്റ് VDI. അതെ അതെ. ഇത് 190 വരാം. 1,90 വരാം. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ്. 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. 1.44 ഓടിയിട്ടുണ്ട്. 2009 VDI 1,90,000 തരാം. നമുക്ക് ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫിനാൻസേഴ്സിന് കുറച്ച് കോൺടാക്ട്സ് ഉണ്ട് ഇവിടെ. അവരായിട്ട് കണക്ട് ചെയ്ത് തരും. അവർ വന്ന് പേപ്പറും കാര്യങ്ങളും 9 മുതൽ ലോണൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിഡ് 1 ലിറ്റർ 1 ലിറ്റർ RX സ്റ്റീൽ ഓപ്ഷണൽ കേട്ടോ. ഫുൾ ഓപ്ഷൻ 1 ലിറ്റർ ആണ്. 1000 cc ആണ്. ഇതിൽ 800 cc വരുന്നുണ്ട്. ഇത് ഈ വണ്ടി 1000 cc ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 65,000 ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ 2,95,000 വരാം. 2,95,000 വരാം. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് 65 ഓടിയിട്ടുള്ളൂ. അതെ അതെ. RX സ്റ്റീൽ ഓപ്ഷണൽ കേട്ടോ വണ്ടി. എയർ ബാഗ് വരുന്നത്. പെട്രോൾ 1000 cc ആണ് വരുന്നത്. ഇതിൽ 800 ഉണ്ട്. അതിൽ ഡിമാൻഡ് ഉള്ളത് 1000 ആണ്. പിന്നെ ഇയോണ് 2015 ഇയോണ് ഇറാപ്പസ്. ഇതൊക്കെ 2,15 വരാം. ഇത് ഓണർഷിപ്പ് സെക്കൻഡാണ് വരുന്നത്. 72,000 ഓടിയിട്ടുണ്ട്. 2015 ഇറാ പ്ലസ്. 17 to 18 20-ൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഓടിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് 20 നമ്മൾ AC കിട്ടാൻ പ്രയാസമാണ്. അല്ല 20-ൻ്റെ ഉള്ളിലായിട്ടുണ്ടാവും. പിന്നെ അതിൽ തന്നെ നമുക്ക് ഇതാക്കോ. അതെ അതെ. 2013 ഇയോണ്. ഇതൊക്കെ നമ്മൾ നെറ്റാക്കി തരാം. 1,58,000 തരാം. 58,000 2013 ഇയോണ് കേട്ടോ. ഇറാ പ്ലസ്. സോറി ഡിലൈറ്റ് പ്ലസ്. 68 ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പ് ഉണ്ട്. തേർഡ് ഓണർഷിപ്പ്.
1.58 തരാം. ചാൻസാണ്, 13 വണ്ടിക്ക് ചാൻസാണ്. പിന്നെ സാധാരണക്കാരൻ്റെ അക്കോഡ് ലക്ഷറി വണ്ടി 2006 പേപ്പർ റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. ഇത് 2,10,000 കേട്ടോ. ഇത് സെക്കൻഡ് ഓൺഷിപ്പ്. 1.60 ഓടിയിട്ടുണ്ട്. പെട്രോളാണ്. പെട്രോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി, എല്ലാ ഫെസിലിറ്റീസും ഉള്ളത്. എയർ ബാഗ്, ABS, അല്ലോ EBD എല്ലാം വരും. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ, ലെതർ സീറ്റ് കവറാണ് വരിക. കംപ്ലീറ്റ് സാധനങ്ങൾ വരുന്നുണ്ട്. അടുത്തത് 2005 ഹോണ്ട സിറ്റിയാണ്. റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. 25 വരെ പേപ്പറുണ്ട്. ഇത് നമ്മൾ ഈ തേർഡ് ഓൺഷിപ്പാണ്. 1,09,000 ഓടിയിട്ടുണ്ട്. ഇത് നമ്മൾ റൈറ്റ് ഒരു 75 തരാം. 75 രൂപയ്ക്ക് റിന്യൂവൽ കഴിഞ്ഞ ഹോണ്ട സിറ്റി. അതന്നെ കഥ. റിന്യൂവൽ കഴിഞ്ഞ വണ്ടി 75,000 രൂപയ്ക്ക് ഹോണ്ട സിറ്റി പെട്രോൾ കേട്ടോ. അടുത്തത് ഓൾട്ടോ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ വരാം. 2008 ഓൾട്ടോ 80 രൂപയ്ക്ക് വരാം. 80 രൂപയ്ക്ക് AC പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള വണ്ടി. 23 11-ാം മാസം വരെ പേപ്പറുണ്ട്. അടുത്ത വർഷം 11-ാം മാസം വരെ, ഒരു വർഷം തന്നെ മുന്നോട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പാണ്. ഓട്ടോ എന്തായാലും 1 ലാഖിൻ്റെ അടുത്തിട്ട് ഓടിയിട്ടുണ്ടോ? 8 വണ്ടി. 2008 വണ്ടി 80 രൂപയ്ക്ക്. 2009 വണ്ടി അതാണ് 1 ലാഖിന്. എല്ലാം ഓൾട്ടോൻ്റെ റേറ്റൊക്കെ ചാൻസ് കേട്ടോ. 2011 സ്പാർക്ക് ഇതാ 98 ഓടിയ വണ്ടി 80 രൂപയ്ക്ക് കേട്ടോ. 80 രൂപയ്ക്ക് തരാം. 80 രൂപയ്ക്ക് തരാം. എന്തായാലും 1 ലാഖ് അതാ 98 കിലോ. തേർഡ് ഓണർഷിപ്പ് പഴയ വണ്ടി. എന്തായാലും ഓണർഷിപ്പ് ഫസ്റ്റും സെക്കൻഡും പ്രയാസമായിരിക്കും. 2008 മോഡൽ ZN-ST-ലോ LXi AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോസ് വരുന്ന വണ്ടി. തേർഡ് ഓണർഷിപ്പാണ്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും നമ്മൾ സ്പെഷ്യൽ റൈറ്റിൽ വരാം. ഇപ്പം 2008 എന്തായാലും നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുക ഒരു 1 ലാഖ് ഒക്കെ ആയിരിക്കും. ഇത് നമ്മൾ വെറും 65 രൂപയ്ക്ക് വരും. 65,000 രൂപയ്ക്ക് AC പവർ സ്റ്റാറിംഗ് 2 ഡോർ വിൻഡോ കേട്ടോ. വണ്ടി കുഴപ്പമൊന്നുമില്ല. ആ ഒരു പ്രൈസിലുള്ള ഒരു ബെനിഫിറ്റ് ഉള്ള റീപ്ലേസ് എന്തോ ഡോർ എന്തോ ഉണ്ട്. എന്നാലും നമ്മൾ ആ ഒരു മാർക്കറ്റ് റേറ്റിലല്ല വെക്കുന്നത്, അത്രയും താത്തിട്ടാണ് വെക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഓഫർ പറഞ്ഞല്ലോ, 45,000 രൂപയ്ക്ക് 2 കാറാണ് പറഞ്ഞത്. അതെ, അതിൽ ഒന്നാണ് നമ്മൾ CRDIൻ്റെ 2001 റിന്യൂവൽ കഴിഞ്ഞ ആക്സെൻറ്റ് ഡീസൽ അല്ലേ. മറ്റേത് നമ്മൾ എക്സെൻറ്റ് ഡീസൽ 2001 റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. CRDI ആണ് എഞ്ചിന്. അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒരു 20-21 CRDIയിലും പിള്ളേർക്ക് പൊളിക്കാൻ പറ്റുന്ന വണ്ടി ഇറക്കി ഇനിയിപ്പോൾ അവരാവശ്യം കഴിഞ്ഞ് പൊളിക്കാൻ കൊടുത്താലും ആ മുതൽ എന്തായാലും കിട്ടും. തമിഴ്നാട്ടിലേക്ക് എന്തായാലും പൊളിക്കാൻ കൊടുത്താൽ വണ്ടി കിട്ടും. ഇത് സ്റ്റിക്കർ വരയ്ക്കാം. സ്റ്റിക്കറാണിത്, പെയിന്റിംഗ് അല്ല. സ്റ്റിക്കർ വരയ്ക്കാം നമുക്ക്. സെയിം അതിന്റെ RC-ലുള്ള കളറിലേക്ക് മാറ്റാം. എല്ലാം പക്കാക്കിയതാണ്. ഇത് ഏകദേശം 35,000 രൂപയ്ക്ക് നെറ്റാക്കി തരാം. 35,000 നെറ്റ്. ഇത് ഓടുന്നുണ്ട്. സാൻഡ്രോ 40,000 രൂപയ്ക്ക് 2 കാർ. ഇത് നമ്മൾ എല്ലാ സ്റ്റോക്കും സാധാരണക്കാരെ കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലാം റൈറ്റ്, എല്ലാം റീസണബിളുമാണ്. 2011 സ്വിഫ്റ്റ് ഡീസലാണ് കേട്ടോ. സോറി, സ്വിഫ്റ്റ് പെട്രോൾ. 2011 സ്വിഫ്റ്റ് പെട്രോൾ VXi ആണ്. 93 ഓടിയിട്ടുണ്ട്. ഇതും തേർഡ് ഓണർഷിപ്പ് തന്നെയാണിത്. 1.85 ആണ്. 1.80 വരാം. 2011 സ്വിഫ്റ്റ് VXi 1.50. റീപ്ലേസ് ഉള്ള വണ്ടികളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, നോക്കിയിട്ട് പറഞ്ഞുതരാം. അത് I20 2013 I20 13 മോഡൽ I20 28 വരെ പേപ്പർ വാലിറ്റി ഉള്ളതാണ്. 76,000 ഓടിയിട്ടുണ്ട്. ഇതും സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. 3 ലാഖാണ്. 2.95 തരാൻ നെറ്റ്. ഇതിന് 2013 I20 പെട്രോൾ കേട്ടോ. അടുത്തത് I10 ഗ്രാൻഡ് മാഗ്ന 2014 ഗ്രാൻഡ്. I10 ഗ്രാൻഡ് മാഗ്നാണ് വേരിയൻസ് വരുന്നത്. തേർഡ് ഓണർഷിപ്പ്. ഇത് 1.15 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ നെറ്റ് 2,95,000 തരാം. 2.95 2014 I10 ഗ്രാൻഡ് മാഗ്ന. ഓൾട്ടോ ഇതൊക്കെ സാധാരണ ഒരാൾക്ക് പഠിക്കാനും ഇതിനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. LX AC മാത്രമുള്ള വണ്ടി 55 റുപ്യക്ക് കേട്ടോ. 55 റുപ്യക്ക് 800 പോലും കിട്ടില്ല. 2003 വണ്ടിയാണ്. പേപ്പർ 23 ലാസ്റ്റ് വരെ ഉണ്ട്. AC മാത്രമുള്ള ഓൾട്ടോ 55 റുപ്യ കിട്ടും. ഇല്ല, ഇതിപ്പോൾ ഇനിയിപ്പോൾ ഉപയോഗം കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ കൊണ്ടുതരാണെങ്കിൽ ഞങ്ങൾ അന്നത്തെ ചെറിയൊരു ഡിപ്രഷൻ വെച്ചിട്ട് ഞങ്ങൾ തന്നെ എടുക്കും.
ലൈവായിട്ട് തന്നെ എടുക്കുന്നത് അബ്ദുൽ കരീം ഒരുപാട് എല്ലാവർക്കും കളക്കാം. കളക്കാം. അപ്പൊ ഞാനും അതെല്ലാവർക്കും ഇളക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും അബ്ദുൽ കരീം ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഒറ്റ നടക്കുള്ളേ. നിങ്ങളെ വീഡിയോയിൽ തന്നെ കാണിച്ചോളി. നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചോളി, സ്ക്രീനിലേക്ക് കാണിച്ചോളി. അൻസാർ ഒമാൻ എന്നാണ് അടിച്ചത്. അൻസാർ ഒമാൻ, ഒമാനിലുള്ള അൻസാർക്കാണ് ഈ 10,000 രൂപന്റെ കാർ. അപ്പോൾ ഇവിടെ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൻസാർ ഒമാനാണ് ഈ 10,000 രൂപൻ്റെ കാർ അടിച്ചത്. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്തായാലും നറുക്കെടുപ്പ് കാര്യങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതേമാതിരി അടിപൊളി ഓഫറാട്ടോ നമുക്ക് ഓരോ പ്രാവശ്യം കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം 30ഓളം വണ്ടി ഇപ്പം കാണിച്ചു. ഇനി വരാനുണ്ട്. നമ്മളത് പറഞ്ഞാൽ ന്യൂ കാർ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ആ ന്യൂ കാറിലെ ഡെലിവറിക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എക്സ്ചേഞ്ച് വെഹിക്കിളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റൈറ്റിൽ ഇട്ടടിക്കുന്നത്. കാരണം വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളൊന്നും ചോദിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലാണ് എടുക്കുക. നമ്മൾ വരുന്ന ആൾക്ക് നമ്മൾ നേരെ വണ്ടി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവരെ കൂട്ടിയിട്ട് വണ്ടി നമ്മൾ ഓടിക്കുന്നുണ്ട്, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി അവർക്ക് വേണമെങ്കിൽ അതായത് ബ്രാൻഡിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള അവസരം. നമ്മളിപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ വരികയാണെങ്കിൽ അവർ തലയിലേക്ക് ഒരു വണ്ടി എടുത്തിട്ട് പൈസ വാങ്ങി കീശയിലിടുന്നുള്ള പരിപാടിയില്ല. ഇവിടെ ഉള്ളതിൽ നമ്മളിവിടെ ഫ്ലഡ് വണ്ടി വെക്കലുണ്ട്, റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളിൽ ടോട്ടൽ ലോസ് ഉണ്ട്. എല്ലാം നമ്മളെ ഇൻഫോം ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ് കസ്റ്റമർക്ക് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ സാധാരണക്കാരനും മിഡിലിനും എല്ലാവർക്കും ഉള്ള സംഭവങ്ങൾ ഞങ്ങളിവിടെ സ്റ്റോക്കിലുണ്ടാവും. നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അതിൽ പെർഫ്യൂം ഉണ്ടാവില്ല, ചിലപ്പോൾ മാറ്റ് ഉണ്ടാവില്ല. വാഷ് ചെയ്ത് ഞങ്ങൾ ഒരു കച്ചവടത്തിന് എന്നുള്ള രീതിയിലല്ല ഇവിടെ വണ്ടി വെക്കല്. അത് ഉദാഹരണമാണ് ഇവിടെ പോയി ഒരു വണ്ടി ഉണ്ടെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പോൾ പെയിന്റ് ചെയ്തിട്ട് വൃത്തിയാക്കി വെക്കാൻ നമുക്കറിയാം. ഇതിന് 2,000 രൂപ വർക്കുള്ളൂ. അത് കയറ്റിയിട്ട് ഒരു 30 രൂപ കയറ്റിയിട്ട് വിൽക്കാനും ആൾ വന്ന് വാങ്ങുമെന്ന് അറിയാം. പക്ഷെ ഇത് വാങ്ങുന്ന ആൾക്ക് അതിൽ കൂടുതൽ ബെനിഫിറ്റ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു വണ്ടി നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. മാർക്കറ്റിലേക്ക് അത്രയും താഴ്ത്തിട്ടാണ് ഞങ്ങൾ ഇട്ടുന്നത്. നമ്മളിപ്പോൾ എഞ്ചിൻ റൂം ക്ലീൻ ആക്കി വെക്കുക ഒന്നും ചെയ്യില്ല. ചില നിങ്ങൾക്ക് ഓയിൽ ലീക്ക് ഉണ്ടോ അത് കാണിച്ചു തരും ഞങ്ങൾ. ഇവിടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇതിൽ എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും. നമ്മൾ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുക. അപ്പോൾ എന്തായാലും മോമക്കാന നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽ കിട്ടും. കാറ്റലോഗിലായിട്ട് റിപ്ലൈ വരും. പിന്നെ നമ്മൾ സ്റ്റോക്ക് വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ ഡിസംബറിൽ ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ ഓണത്തിന് നടത്തിയൊരു ഇവന്റ് മാതിരി തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ ഫോളോ ചെയ്തിരിക്കുക. ഇതിൽ തന്നെ ബാക്കി ഡീറ്റെയിൽ ഇനിയും വരും. ഇനി എന്തായാലും നമ്മളെ ചാനലിൽ ഇനിയിപ്പോൾ ഒരു വീക്ക്ലി അപ്ഡേഷൻ ഇവിടെ എന്തായാലും ഉണ്ടാവും. ഈ മോമക്കാരുടെ അടുത്ത് ഞാനും കൂടി ഇന്ന് മുതൽ ജോയിൻ ചെയ്തിക്കണ്, കൈ കൊടുത്തിക്കണ്. ഇനി വിടൂലാന്ന് പറഞ്ഞു. ഈ കൈ വിടൂല കേട്ടോ. ഇനി പിടുത്തം പിടിച്ചിരിക്കണ്. എല്ലാവർക്കും മെച്ചമുള്ള കാര്യങ്ങൾ വരും. ഈ കൈ ഇനി വിടൂലാന്ന് പറഞ്ഞല്ലേ മോമക്ക. ഇനി എന്തായാലും അപ്ഡേഷൻ ഉണ്ടാവും ഇവിടെ. ഓക്കെ. എന്നാല് റീപ്ലേസ് തോന്നുന്നുണ്ട്.